നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ പാളിയതോടുകൂടി മഹാരാഷ്ട്രയിലെ 4 സീറ്റുകളിൽ സഖ്യകക്ഷികളോട് മത്സരത്തിനിറങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. 4 സീറ്റുകളിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ സുപ്രധാന നീക്കമുണ്ടായിരിക്കുന്നത്. സൗഹൃദ മത്സരം എന്ന് ചെല്ലപ്പേരിട്ടിരിക്കുന്ന ഈ തർക്കം സഖ്യം പിളർത്തുന്നതിലേക്ക് മാത്രമേ നീങ്ങൂ എന്ന ആശങ്ക അടിത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കമുണ്ട്. എന്തായാലും സൗഹൃദ മത്സരത്തിന് അനുമതി നേടിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ PCC നേതൃത്വം ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിനെതിരെ സ്വാധീനമുള്ള സാംഗ്ലി, മുംബൈ സൗത്ത് സെൻട്രൽ, മുംബൈ നോർത്ത് വെസ്റ്റ്, ദിവണ്ടി, മറാത്ത്വാഡ, വിദർഭ എന്നീ സീറ്റുകളിലാണ് ഉദ്ധവ് താക്കറെ വിഭാഗവുമായും NCPയിലെ ശരത് പവാർ വിഭാഗവുമായും ഒക്കെ തർക്കം നിലനിൽക്കുന്നത്. എന്തായാലും മഹാവികാസ് അഘാഡിയിൽ തർക്കമുള്ള സീറ്റുകളിലൊന്നും തന്നെ തങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങില്ല എന്ന നിലപാട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആദ്യം 17 സ്ഥാനാർത്ഥികളെ മാത്രം അവർ പ്രഖ്യാപിച്ചിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് കോൺഗ്രസുമായി കൂടി ആലോചിച്ച ശേഷം ഒരു സമവായത്തിലെത്തും, അതിനുശേഷം തങ്ങൾ പ്രഖ്യാപനം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇന്നലെ ഏകപക്ഷീയമായ ഒരു നീക്കം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന തരത്തിൽ കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ സഖ്യകക്ഷികൾ INDA എന്ന പ്രതിപക്ഷ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇവർ സീറ്റുകളിൽ പോലും ഒരു ധാരണയാവാതെ തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സൗഹൃദ മത്സരമെന്നാണ് പേര് എങ്കിൽ പോലും അവിടെ കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും BJP ഇതെല്ലാം മറ്റൊരു വശത്ത് ഇവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായി വിനിയോഗിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.